നമ്മൾ കുർബാന അർപ്പിച്ച് പോകുമ്പോൾ നമുക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, മക്കൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടതല്ല. അവർക്ക് പ്രാർത്ഥിക്കണം, അതുപോലെ മറ്റുള്ളവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. ശതാധിപൻ ഭൃത്യന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്, കൂടെയുള്ള ഭൃത്യന് വേണ്ടി. അങ്ങനെ അവനുമായിട്ടൊരു ആഴമേറിയ ബന്ധം അവനുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് പറ്റണം. എൻ്റെ കൂടെയുള്ളവർക്കും കൂടി അവരുടെ വേദനകൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉണർത്തുന്ന മനസ്സാണ് കർത്താവ് കാണുന്നത്. അങ്ങനെ ഒരു മനസ്സ് എനിക്കുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ വേദന ബലിപീഠത്തിലേക്ക് സമർപ്പിക്കാനുള്ളൊരു മനസ്സ് എൻ്റെ കൂട്ടുകാരുടെയാണ്, ബന്ധുമിത്രാദികളുടെയാണ്. എൻ്റെ അരികിൽ വന്ന് വേദന പങ്കുവെച്ചവരുടെ പ്രാർത്ഥിക്കാട്ടോ എന്ന് നമ്മളൊരു വാക്ക്, മധുരവാക്ക്, ആ മധുരവാക്ക് മാത്രമാകാതിരിക്കട്ടെ, നീറുന്ന വാക്കായിട്ട് മാറണം. അത് സമർപ്പിക്കണം. ഒരു ദിവസം പോലും ഓർക്കാതെ പോകരുത്.